നമ്മൾ ഇന്ന് പുതിയതായിട്ട് എടുക്കാൻ പോണത് നേത്രവൈകല്യങ്ങളാണ്. നമുക്കറിയാം കുറച്ച് നേത്രവൈകല്യങ്ങളുണ്ട്. ചിലവർക്ക് നന്നായി കാണാൻ പറ്റില്ല, ചിലവർക്ക് അടുത്തുള്ളത് കാണാൻ പറ്റില്ല, ചിലവർക്ക് അകലെയുള്ളത് കാണാൻ പറ്റില്ല, ചിലവർക്ക് നമ്മളൊക്കെ പറയില്ലേ ചെങ്കണ്ണ എന്ന് പറയും, കോങ്കണ്ണ എന്ന് പറയും. ഇപ്പൊ നമ്മള് ചെറുപ്പത്തിലൊക്കെ പറയും എക്സാമിന് കോങ്കണ്ണ് വരും, ചെങ്കണ്ണ് വരും. അതേപോലെ തന്നെ വയസ്സായവർക്ക് കാണാനാണ് തിമിരം. പിന്നെ ചിലവർക്ക് ചില കളറുകൾ കാണാൻ പറ്റില്ല, നിശാന്തത, വർണ്ണാന്തത, സിറോഫ്താൽമിയ, പിന്നെ ഗ്ലോക്കോമ. അതിനൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ടെസ്റ്റുകളുണ്ട്, അതിന്റെ കാരണങ്ങളുണ്ട്, അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. അതിനു മുമ്പ് നമുക്കറിയാൻ നോക്കട്ടെ, വീക്ഷണ സ്ഥിരത കേട്ടിട്ടുണ്ടോ? വീക്ഷണ സ്ഥിരത അതായത് ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്നു. എല്ലാവരും നോട്ട് ചെയ്തോട്ടോ, വീക്ഷണ സ്ഥിരത. വീക്ഷണ സ്ഥിരത ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. ഒന്നുകൂടി പറയാം, ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. അതായത് നമ്മൾ എന്തൊരു ദൃശ്യം കണ്ടാലും, എന്ത് കാര്യം കണ്ടാലും, അത് 1/16 സെക്കൻഡ് സമയം ആ ഇതിനെ 16 ഭാഗങ്ങളാക്കിയിട്ട് അതിലൊരു ഭാഗം മൊത്തം എന്ത് കാണാം, അത് നമ്മുടെ കണ്ണിൽ നിൽക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. നമ്മൾ ഫാൻ കറങ്ങണ ആകെ എത്ര ലീഫ് ഉണ്ടാവുള്ളൂ? ഒന്നല്ലെങ്കിൽ 3 ലീഫ് അല്ലെങ്കിൽ 4 ലീഫ്. പക്ഷെ ഫാൻ കറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അത് മൊത്തം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങണ പോലെ. അതിന് പിന്നിലുള്ള കാര്യമാണ് ഈ വീക്ഷണ സ്ഥിരത. ഉദാഹരണം എഴുതിക്കോട്ടാ, ഫാൻ കറങ്ങുന്നത്. നമ്മുടെ ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തോന്നില്ലേ? അതിന് പിന്നിലുള്ളതാണ് വീക്ഷണ സ്ഥിരത. എഴുതി കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഒന്ന് എന്തെങ്കിലും പറഞ്ഞോളൂ, എന്നാലും എനിക്ക് അടുത്ത കാര്യം പറയാൻ പറ്റുള്ളൂ. ഒന്നുകൂടി പറയണമെങ്കിൽ അതും പറഞ്ഞോളൂ. അടുത്ത കാര്യം പറയട്ടെ, സമഞ്ജനക്ഷമത. ഒരു സബ് ഹെഡിങ് പോലെ കൊടുത്തു, സമഞ്ജനക്ഷമത. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവ്. ഒന്നുകൂടി പറയാം, കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവ്. അതായത് നമ്മുടെ അടുത്ത് എന്തൊരു ഒബ്ജക്റ്റ് വെച്ചാലും ഓട്ടോമാറ്റിക്കലി കണ്ണതിനെ ഫോക്കസ് ചെയ്യുന്നു. ആ കണ്ണിന്റെ ആ കഴിവിനെ പറയുന്ന പേരാണ് എന്ത്? സമഞ്ജനക്ഷമത. ഒന്നുകൂടി പറയാം, കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജനക്ഷമത. എഴുതി കഴിഞ്ഞ ഒരു തംസപ്പാ അല്ലെങ്കിൽ എസ് എന്ന് എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അടുത്തേക്ക് പോവാം. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോണത് നേത്രവൈകല്യങ്ങളാണ്. ആദ്യത്തെ നേത്രവൈകല്യമാണ് ഹ്രസ്വദൃഷ്ടി. നേത്രവൈകല്യം ഹ്രസ്വദൃഷ്ടി. എഴുതിക്കോ, ഹ്രസ്വദൃഷ്ടി.
അത് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാം. ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോ എന്താ നിങ്ങൾക്ക് ഓർമ്മ വരണേ? ഹ്രസ്വദൃഷ്ടി അതായത് നമ്മൾ പറഞ്ഞ ഹ്രസ്വദൂരം എന്നൊക്കെ പറഞ്ഞ എന്താ? കുറച്ച് ദൂരം എന്നല്ല ഉദ്ദേശിക്കണത്. അപ്പൊ അതിനർത്ഥം എന്തായിട്ടാ വരിക? അടുത്തുള്ളത് നന്നായി കാണാൻ പറ്റും, അകലെയുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ കഴിയില്ല. അകലെയുള്ള വസ്തുക്കള് വ്യക്തമായി കാണാൻ കഴിയില്ല. അതാണ് എന്ത്? ഹ്രസ്വദൃഷ്ടി. അതേപോലെ ഇതിന്റെ ശരിക്കുള്ള പേര് മയോപ്പിയ എന്നാണ് പറയാ. ഡോക്ടർമാരൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുക ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് എന്നൊക്കെ പറയില്ലേ? ഇതിന് പറയുന്ന പേരാണ് ഷോർട്ട് സൈറ്റ് എന്നും പറയും, അതേപോലെ തന്നെ മയോപ്പിയ എന്നും പറയും. ഇതിന് കാരണം നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ് ഇതിന്റെ കാരണം. അതായത് നമ്മുടെ നേത്രഗോളം നീളം വർദ്ധിക്കും. അതാണ് ഇങ്ങനെ വരാൻ കാരണം, ഈ ലോങ് സൈറ്റിന്റെ ഷോർട്ട് സൈറ്റിന്റെ റീസൺ. കിട്ടിയാ? നമുക്ക് എഴുതാട്ടോ. ഹ്രസ്വദൃഷ്ടി ഹെഡിങ് കൊടുത്തോ, അഥവാ ഷോർട്ട് സൈറ്റ്. ആദ്യത്തെ പോയിന്റ്, അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. മയോപ്പിയ എന്നും ഇതറിയപ്പെടുന്നു. നേത്രഗോളത്തിന്റെ അടുത്ത പോയിന്റ് ആണ് കേട്ടോ. നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ് ഇതിന് കാരണം. നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ് ഇതിനു കാരണം. ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുൻപിൽ രൂപപ്പെടുന്നു. മയോപ്പിയ പരിഹരിക്കുന്നതിനായി കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടാ. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനായി ഉപയോഗിക്കുന്ന ലെൻസ്, അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് പരിഹരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ്, മയോപ്പിയ പരിഹരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ലെൻസ്, അങ്ങനെ ചോദിക്കുന്നതാണ്. ഏത് ലെൻസാ? കോൺകേവ് ലെൻസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ പ്രതിബിംബം നമ്മുടെ റെറ്റിനയ്ക്ക് മുൻപിൽ രൂപപ്പെടുന്നത് കാരണമാണ് നമുക്ക് എന്ത് അകലെയുള്ള വസ്തുക്കൾ കാണാൻ കഴിയാത്തത്. ഓക്കെ, ക്ലിയർ ആയാ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അടുത്താണ് ദീർഘദൃഷ്ടി, ലോങ് സൈറ്റ്. ഒപ്പം തന്നെ എഴുതിക്കോ, അതാ നല്ലത്. ദീർഘദൃഷ്ടി അഥവാ ലോങ് സൈറ്റ്. ആ പേരുമ്പോ തന്നെ ഉണ്ട് എന്താ? ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ അകലെയുള്ളത്, ദീർഘമായിട്ടുള്ളത് കാണാൻ കഴിയും, പക്ഷെ അടുത്തുള്ളത് കാണാൻ കഴിയില്ല. എഴുതിക്കോ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണിത്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണിത്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണിത്. ഹൈപ്പർമെട്രോപ്പിയ എന്നറിയപ്പെടുന്നു.
ഹൈപ്പർ മെട്രോപ്പിയ എന്നറിയപ്പെടുന്നു. നേരത്തെ നമ്മൾ എന്താ കാരണം പറഞ്ഞേ? ഹ്രസ്വദൃഷ്ടിക്ക് നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതല്ലേ. ഇതിൽ കാരണം ദീർഘദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ്. അതിന് നേരെ ഓപ്പോസിറ്റ്, നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ് കാരണം. ദീർഘദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ്. നേരത്തെ നീളം കൂടിയപ്പോഴാണ് എന്തുണ്ടായത്? നമുക്ക് മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി ഉണ്ടായത്. ഇത് നീളം കുറഞ്ഞു, അപ്പോഴാണ് എന്തുണ്ടായത്? ദീർഘദൃഷ്ടി. അതുപോലെ തന്നെ നേരത്തെ പ്രതിബിംബം എവിടെ രൂപപ്പെട്ട? റെറ്റിനയ്ക്ക് മുൻപിലല്ലേ രൂപപ്പെട്ട. ഇതില് പ്രതിബിംബം റെറ്റിനയ്ക്ക് പിന്നിൽ രൂപപ്പെടുന്നു. പ്രതിബിംബം റെറ്റിനയ്ക്ക് പിന്നിൽ രൂപപ്പെടുന്നു. പ്രതിബിംബം റെറ്റിനയ്ക്ക് പിൻപിൽ രൂപപ്പെടുന്നു. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനായിട്ട് നമ്മൾ ഏത് ലെൻസ് ഉപയോഗിച്ചത്? കോൺകേവ് ലെൻസ് അല്ലേ. ഇതിൽ നമ്മൾ ഉപയോഗിക്കുക, ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. ക്ലിയർ ആയാ? കഴിഞ്ഞെങ്കിൽ ഒരു തംസ് അപ്പ്. ഓക്കെ, അടുത്തതാണ് വിഷമദൃഷ്ടി. വിഷമദൃഷ്ടി ഒപ്പം തന്നെ എഴുതിക്കോ. നേത്ര ലെൻസിന്റെയോ കോർണിയയുടെയോ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. നേത്ര ലെൻസിന്റെയോ കോർണിയയുടെയോ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി. നേത്ര ലെൻസിന്റെയോ കോർണിയയുടെയോ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥ. അതായത് അവരിൽ കറക്റ്റായിട്ട് പ്രതിബിംബം രൂപപ്പെടില്ല എന്ന്. ഒന്നല്ലെങ്കിൽ നേത്ര ലെൻസിന്റെ പ്രശ്നം, അല്ലെങ്കിൽ കോർണിയയുടെ വക്രത, അതിന്റെ ചിലത് കാണുമ്പോൾ വികസിക്കുക, അത് ഓട്ടോമാറ്റിക്കലായിട്ട് അത് നടക്കാണ്ടിരിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? വിഷമദൃഷ്ടി ഉണ്ടാവുക എന്ന്. ഒന്നിനും പറയാം. അതായത് നമ്മുടെ നേത്ര ലെൻസ് അല്ലെങ്കിൽ കോർണിയ, അതൊക്കെ വക്രത. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഓരോന്നിനും വക്രതയിലും കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കലി സമഞ്ജനക്ഷമത എന്ന് പറഞ്ഞില്ലേ, ആ കൺസെപ്റ്റ് ഇതിൽ വരുന്നുണ്ട്. അതായത് കണ്ണിന് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ കോർണിയൊക്കെ വക്രതയിൽ ഓട്ടോമാറ്റിക്കലി ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. ഇത് ശരിക്കും വന്നു കഴിഞ്ഞാല് പ്രതിബിംബം കറക്റ്റായിട്ട് കണ്ണിൽ ഫോം ചെയ്യില്ല എന്ന്. ഇതിന് പറയണ പേരാണ് എന്ത്? വിഷമദൃഷ്ടി. അസ്റ്റിഗ്മാറ്റിസം എന്നും ഇത് അറിയപ്പെടുന്നു. അസ്റ്റിഗ്മാറ്റിസം എന്നും ഇതറിയപ്പെടുന്നു. വിഷമദൃഷ്ടി പരിഹരിക്കാനായി സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു.
എഴുതിയ വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിനായി സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു. ഈ ലെൻസുകളുടെ പേരും അതിന്റെ മറ്റുള്ള പേരുകളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാറി മാറി ചോദിക്കും എക്സാമിന്. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറഞ്ഞിട്ട് കോൺകേവ് ഉണ്ടാവും, കോൺവെക്സ് ഉണ്ടാവും, സിലിണ്ടറിക്കൽ ഉണ്ടാവും, ബൈഫോക്കൽ ഉണ്ടാവും. ഒരു പോയിന്റ് കൂടെ എഴുതിക്കോ. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. അതായത് ചിലവരിലെ ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും ഒരുമിച്ചുണ്ടാവുന്നു. അവരിൽ എന്ത് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറയണം നമ്മള് ബൈഫോക്കൽ ലെൻസ്. എന്താ പറയണ്ടേ? ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും ചോദിക്കൂട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള പോർഷൻസ് ആണ് ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞാ എന്തെങ്കിലും എഴുതാൻ വിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ, എന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും ഒരാള് ഒരു യെസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് എടുക്കാം. കഴിഞ്ഞിട്ട് ഇതാ ക്ലിയർ ആണെങ്കിൽ ഓക്കെ. കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിങ് കൊടുത്തു ഗ്ലോക്കോമ. നമ്മൾ കേട്ടിട്ടുണ്ടാവും വയസ്സായവർക്കൊക്കെ ഗ്ലോക്കോമയുടെ ഓപ്പറേഷൻ നടക്കണു. അതേപോലെ തന്നെ ഗ്ലോക്കോമയുടെ ചികിത്സകൾക്ക് നടക്കണു. എന്താണ് ഈ ഗ്ലോക്കോമ? നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും ഒരാൾക്ക് കേട്ടിട്ടുണ്ടാവും ഗ്ലോക്കോമ. എന്താ നമ്മൾ സാധാരണ കേട്ടുള്ളത് എന്താ? കണ്ണില് മർദ്ദം കൂടുമ്പോഴാണ് ഗ്ലോക്കോമ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മർദ്ദം കൂടുന്നത്? തിമിരം ഗ്ലോക്കോമയും വേറെയാണ്. തിമിരം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഇത് നഷ്ടപ്പെടുന്നതാണ്, അതിന്റെ ആ സുതാര്യത നഷ്ടപ്പെടുന്നതാണ്, ലെൻസിന്റെ ഒരു ഇത് നഷ്ടപ്പെടുന്നതാണ് തിമിരം. ഗ്ലോക്കോമയും ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ. ഡിഫറൻസ് ഉണ്ട്, നമുക്ക് തെറ്റും. ഗ്ലോക്കോമ എന്ന് പറയണത് ഞാൻ പറഞ്ഞു മർദ്ദം കൂടുന്നതാണ് കണ്ണില്. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആ മർദ്ദം കൂടുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അതായത് നമ്മുടെ കണ്ണിന്റെ ഉള്ളില് 2 ദ്രവമാണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തവർക്ക് ചെറിയൊരു ഓർമ്മയുണ്ടാവുമല്ലോ. അക്കസ് ദ്രവം, വിട്രിയസ് ദ്രവം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഈ അക്കസ് ദ്രവം അല്ലേ, അക്കസ് ദ്രവം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അക്കസ് ദ്രവം വീണ്ടും മാറി അത് ഓട്ടോമാറ്റിക്കലി വേറെ ചേഞ്ച് ആയി വരും. ഓക്കെ, ഈ അക്കസ് ദ്രവം അല്ലേ, ഈ അക്കസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോ കണ്ണിനുള്ളിൽ മർദ്ദം കൂടും. അതായത് ഈ അക്കസ് ദ്രവം മാറണില്ലാന്ന്, ചേഞ്ച് ആവണില്ലാന്ന്. അക്കസ് ദ്രവം അതേപോലെ തന്നെ കിടക്കുക. അക്കസ് ദ്രവം എന്തിനാ ഉപയോഗിക്കുക? അക്കസ് ദ്രവത്തിന്റെ ഫംഗ്ഷൻ എന്താ? അക്കസ് ദ്രവം എവിടുന്നാ വരണേ? അതിന്റെ ഉപയോഗം എന്താ? അക്കസ് ദ്രവമാണ് നമ്മുടെ രക്തത്തിൽ നിന്നാണ് അത് അക്കസ് ദ്രവം ഫോം ചെയ്യണത്. അതായത് അക്കസ് ദ്രവം പറഞ്ഞ രക്തത്തിൽ നിന്ന് വന്നിട്ട് വീണ്ടും രക്തത്തിലേക്ക് തന്നെ പോകണം, എന്നാലാണ് അത് ആകിരണം നടക്കുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ആ പേഷ്യൻസിനിടയിൽ ഈ അക്കസ് ദ്രവം പോവില്ലാന്ന്, അത് നമ്മുടെ കണ്ണിനുള്ളിൽ തന്നെ കെട്ടിക്കിടക്കുന്നു. അതുപോലെ തന്നെ അക്കസ് ദ്രവത്തിന്റെ ഫംഗ്ഷൻ എന്താ, ഡ്യൂട്ടി എന്താ? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും തന്നെ ഓക്സിജൻ നൽകുക, പോഷണം നൽകുക. അതാണ് അക്കസ് ദ്രവത്തിന്റെ ഫംഗ്ഷൻ അല്ലെ. അപ്പൊ നമ്മുടെ ഗ്ലോക്കോമയ്ക്ക് വരാം. നമുക്ക് അക്കസ് എഴുതിക്കോ. അക്കസ് ദ്രവത്തിന്റെ
അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. ഒന്നുകൂടി പറയാം. അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നതിനാൽ ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വയസ്സായവര് കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ അവർക്ക് അതിന് ചുറ്റും കുറെ വർണ്ണങ്ങൾ കാണാൻ പറ്റുന്നു. അതായത് ഇപ്പൊ ഒരു വെളിച്ചം, ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ഒരു ദീപം കത്തി നിൽക്കണമെന്ന് നോക്കുമ്പോൾ അതിന് ചുറ്റും ഈ ദീപത്തിന്റെ തന്നെ ഓരോ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നു. അതായത് ഈ വെളിച്ചത്തിന്റെ തന്നെ ചിലപ്പോൾ ആ ഫ്ലെയിം പോലെ തന്നെ കാണാൻ പറ്റുന്നു. ഒരു എക്സാമ്പിൾ എഴുതിക്കോ. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ തോന്നണതാണ്, ശരിക്കില്ല. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ. ഒരു തീ വെച്ചിട്ട് അതിന് ചുറ്റും ഒരു തീനാളം പോലെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് ആ തീയുടെ പ്രകാശത്താൽ ഉണ്ടാവണം ഒരു സർക്കിൾ പോലെ ഉണ്ടാവണത്. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നു. ഗ്ലോക്കോമ കറക്റ്റ് സമയത്ത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ നമ്മുടെ കാഴ്ചശക്തി കംപ്ലീറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പറയണത് ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി. തുടക്കത്തിൽ തന്നെ ചികിത്സിക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമായിട്ട് മാറും. ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നു. ഒരു പോയിന്റ് കൂടി എഴുതിക്കാം. ഗ്ലോക്കോമ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കുകയും നേരത്തെ പറഞ്ഞില്ല നിശബ്ദനായ കാഴ്ചശക്തി അപഹാരിന്ന്, അതായത് നമ്മുടെ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശം ഉണ്ടാക്കും. അതായത് കുറെ കാലം കെട്ടിക്കിടക്കല്ലേ അക്വസ് ദ്രവം. അപ്പൊ അത് നമ്മുടെ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശം ഉണ്ടാക്കുകയും അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതായത് ഗ്ലോക്കോമ നമ്മുടെ റെറ്റിനയ്ക്കും അതേപോലെ തന്നെ പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശം ഉണ്ടാക്കും. എന്നിട്ട് അത് എന്തിലേക്ക് നയിക്കും? അന്ധതയിലേക്ക് നയിക്കും. ഗ്ലോക്കോമ പരിഹരിക്കുന്നതിനായി ലേസർ ശസ്ത്രക്രിയ ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ ഗ്ലോക്കോമ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സിറോഫ്താൽമിയ.
നമ്മുടെ കണ്ണിൽ എപ്പോഴെങ്കിലും കണ്ണുനീരില്ലാത്തൊരവസ്ഥയായിണ്ട? നമ്മള് ചിലവരൊക്കെ പറയും കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊക്കെ വറ്റി. അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ പറയും, പക്ഷെ എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായിണ്ട കണ്ണുനീരില്ലാണ്ടുള്ള ഒരവസ്ഥ കണ്ണില്? അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് അറിയാം, അവർക്ക് സിറോഫ്താൽമിയാണെന്നാണ്. എഴുതിക്കോ. കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥ, കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥ. ഹെഡിങ് കൊടുത്തോളൂ ആദ്യം, സിറോഫ്താൽമിയ, കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥ. നേത്രാവരണവും കോർണിയയും വരണ്ട് അതായത് അതില് കണ്ണുനീരില്ല. വരണ്ട് ഈർപ്പരഹിതവും അദാര്യവുമായി തീരുന്ന അവസ്ഥ. സുതാര്യത്തിന് ഓപ്പോസിറ്റ് ആണ് കേട്ടോ അദാര്യം. സുതാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിവിടുന്നു, അദാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിവിടില്ലാന്ന്. കണ്ണുനീരിനൊന്നും അതിന്റെ ഉള്ളിലേക്ക് കടത്തിവിടില്ലാന്ന്. കാരണം എന്താ? ഇതിന് കാരണം എന്തായിരിക്കും? എഴുതിക്കോ. ജീവകം എയുടെ അപര്യാപ്തതയാണ് സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണം. ജീവകം എയുടെ അപര്യാപ്തതയാണ് സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണം. അതാണ് നമ്മൾ പറയണത്, കേട്ടിട്ടില്ല? വൈറ്റമിൻ എ അടങ്ങിയുള്ള ഫുഡ് എന്തായാലും കഴിക്കണം. അങ്ങനെ പറയാൻ കാരണം ഇതാണ്. ക്യാരറ്റ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കണ്ണിന് നല്ലതാണ്. സിറോഫ്താൽമിയ ക്ലിയർ ആയ? അതായത് നമ്മുടെ കണ്ണ് വരണ്ട് ഉണങ്ങിയ ഒരു അവസ്ഥ, കണ്ണുനീരില്ലാത്തൊരവസ്ഥയാണ് വരാണ് എന്ത്? സിറോഫ്താൽമിയ. ചിലവരിൽ കാണാം വൈറ്റമിൻ എയുടെ കുറവുണ്ടെങ്കിലാണ് ഈ അസുഖം മെയിൻ ആയിട്ട് കാണുന്നത്. കിട്ടിയാ? ഓക്കെ അല്ലേ? അടുത്തേക്ക് പോട്ടെ. നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത. നിശാന്തതയ്ക്ക് കാരണം വൈറ്റമിൻ എയുടെ കുറവാണ്.
നിശാന്തതയ്ക്കും കാരണം വൈറ്റമിൻ എയുടെ അപര്യാപ്തതയാണ്. കണ്ണിനായിട്ട് സംബന്ധിച്ച എല്ലാ അസുഖങ്ങൾക്കും കാരണം വൈറ്റമിൻ എ ആണ് കേട്ടോ വരിക. ശ്രദ്ധിച്ചോളൂ. അതാണ് നമ്മൾ ചില കാര്യങ്ങൾ കഴിക്കുമ്പോൾ കണ്ണിനാണ് അത് ബാധിക്കുക എന്ന് പറയുന്നത്. അടുത്താണ് വർണ്ണാന്തത. നിശാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാവില്ല. വർണ്ണാന്തത എന്ന് പറഞ്ഞാൽ എന്താ? വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നിറങ്ങള്. വർണ്ണാന്തത ചിലവർക്ക് നിറങ്ങൾ കാണാൻ സാധിക്കില്ല. ചില നിറങ്ങൾ ഏതൊക്കെ മെയിനായിട്ട്? വർണ്ണാന്തതയുള്ളവർക്ക് ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാനാവില്ല. വർണ്ണാന്തതയുള്ളവർക്ക് ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാനാവില്ല. വർണ്ണാന്തതയുള്ളവർക്ക് ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാനാവില്ല. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. അതുകൊണ്ടാണ് ഈ രോഗത്തിന് ഡാൾട്ടണിസം എന്ന് പേര് വന്നത്. ജോൺ ഡാൾട്ടൺ ആണ് ഈ വർണ്ണാന്തത എന്ന് പറയുന്ന അസുഖം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇതിന് പറയുന്ന പേരാണ് എന്ത്? ഡാൾട്ടണിസം. വർണ്ണാന്തത വർണ്ണാന്തത നിർണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര. വർണ്ണാന്തത നിർണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര. വർണ്ണാന്തത പരിശോധിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര. ഓക്കെ. ഏതിന്റെ കണ്ടുപിടിച്ചത്? ജോൺ ഡാൾട്ടൺ. അതുകൊണ്ടാണ് ഡാൾട്ടണിസം എന്നുള്ള പേര് വന്നത്. അടുത്താണ് കോങ്കണ്ണ്. കോങ്കണ്ണ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ടാവും. പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ഇരിക്കണ നേരത്ത് കോങ്കണ്ണ് വരുടാ, കോങ്കണ്ണ് വരും. അപ്പൊ നമ്മൾ എന്താ ചിന്തിച്ചിട്ടുണ്ട്? കോങ്കണ്ണ് എന്താ? നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും ചിലപ്പോ. അതായത് കണ്ണിൽ നിന്ന് നമ്മൾ രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഒരു കണ്ണ് നമ്മള് സാറിന് നോക്കും, ഒരു കണ്ണ് നമ്മൾ മറ്റാളുടെ പേപ്പറിൽ നോക്കും. എന്നിട്ട് നമ്മൾ സാറ് പറയില്ല കോങ്കണ്ണ് വരാൻ ചാൻസ് ഉണ്ട് ഇട്ടാ നിനക്ക് എന്നൊക്കെ പറയില്ല. അതാണ് ഈ കോങ്കണ്ണ്. ഡെഫിനിഷൻ ആയിട്ട് എഴുതിയോ. കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാത്തത് വഴി കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാത്തത് വഴി കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാത്തത് വഴി രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ്ണ്. രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ്ണ്. കിട്ടിയാ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ജന്മന ഉണ്ടാവും കോങ്കണ്ണ്. ചിലവര് അത് വരുത്തി കൂട്ടും. അതായത് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഫുൾ ടൈം എല്ലാ കാര്യങ്ങളും കോങ്കണ്ണോട് കൂടിയിട്ട് നോക്കുക. ചിലവര് രണ്ട് കണ്ണോണ്ട് നോക്കില്ല, ഒരൊറ്റ കണ്ണോണ്ട് നോക്കും, ഒരു കണ്ണോണ്ട് വേറെ കാര്യം നോക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ കോങ്കണ്ണ് പോലെ വരുന്നു. ക്ലിയർ ആയി? ഒന്നുകൂടി പറയണം. കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാത്തത് വഴി രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്
കോങ്കണ്ണ്. ക്ലിയർ ആയ? ഓക്കെ, അടുത്താണ് ചെങ്കണ്ണ്. കേട്ടിട്ടുണ്ടോ നമ്മള് ചെങ്കണ്ണ്? ഇതൊരു അണുബാധയാണ്. എഴുതിയോ? ബാക്ടീരിയ, വൈറൽ, ഫംഗൽ. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവ മൂലമുണ്ടാകുന്ന അണുബാധയാണിത്. ചെങ്കണ്ണുള്ളവർക്ക് എന്താ ഉണ്ടാവുക? ആ നേത്രാവരണല്ലേ നമ്മുടെ നേത്രാവരണം ഇങ്ങനെ വീർത്ത് വരണത്. എഴുതിക്കോ, നേത്രാവരണം വീർത്ത് വരുന്നു. കൺജങ്ക്റ്റിവൈറ്റിസ് എന്നറിയപ്പെടുന്നു. കൺജങ്ക്റ്റിവൈറ്റിസ് എന്നറിയപ്പെടുന്നു ചെങ്കണ്ണ്. കൺജങ്ക്റ്റിവൈറ്റിസ് എന്നറിയപ്പെടുന്നു. അടുത്ത് പറയട്ടെ, പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ പ്രസ്ബയോപ്പിയനെ നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും. വെള്ളെഴുത്ത് കാണിക്കാൻ പോവാണ് വയസ്സായവര്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും വെള്ളെഴുത്ത്. അതായത് എന്താ, പ്രായം കൂടുമ്പോണ്ടല്ലോ നമ്മുടെ കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത കുറഞ്ഞു വരും. അതായത് ഇലാസ്തികത കണ്ണിന് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി കുറയുന്നു. സെന്റൻസ് എഴുതിക്കോ. പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിലെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണിത്. പ്രസ്ബയോപ്പിയ ട്ടോ. പ്രായം കൂടുമ്പോൾ അഥവാ വെള്ളെഴുത്ത്. പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിലെ ഇലാസ്തികത കുറഞ്ഞു വരുന്നു അവസ്ഥയാണ് പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത്. എഴുതി കഴിഞ്ഞാ? അടുത്താണ് തിമിരം. നമ്മൾ നേരത്തെ ആരോഗ്യം പറഞ്ഞു. തിമിരം എന്ന് പറയുന്നത് എന്താ? പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിലെ സുതാര്യത നഷ്ടമാകുന്നു. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിലെ സുതാര്യത നഷ്ടമാകുന്നു. അതായത് നമ്മുടെ ലെൻസ് ലൈറ്റിനെ കടത്തിവിടില്ല, ആ സുതാര്യത നഷ്ടപ്പെടുന്നു. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നു. ഇതാണ് എന്ത്? തിമിരം. ഇംഗ്ലീഷിൽ പറയാ കാറ്ററാക്ട് എന്നാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലോക്കോമയുടെ അതേ ലക്ഷണം തന്നെയാണ് എന്ത് തിമിരത്തിനുണ്ടാവുക. ചുറ്റും വർണ്ണവലയങ്ങൾ രൂപപ്പെടുന്നു. പരിഹാരമാർഗം ലെൻസ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. ആദ്യ തിമിര ശസ്ത്രക്രിയ നടത്തിയത്, ലോകത്തിൽ ആദ്യമായി
തിമിര ശസ്ത്രക്രിയ നടത്തിയത്? ലോകത്തിൽ ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് ശുശ്രുതൻ. ശുശ്രുതൻ. ലോകത്തിൽ ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് ശുശ്രുതൻ. പിന്നെ ജസ്റ്റ് ചെയ്തിരിക്കുക, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ എന്ത്, മൊബൈൽ ഫോണ്, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് എന്നിവ കൂടുതൽ നേരം ഉപയോഗിക്കുമ്പോൾ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണിത്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. കണ്ണിന്റെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറയും. പിന്നെന്താ, അവർക്ക് തലവേദന, അതേപോലെ തന്നെ കണ്ണിന് ഭയങ്കരമായിട്ട് പ്രഷർ വരിക, അങ്ങനെയൊക്കെ പറയും. എഴുതിക്കോ, കമ്പ്യൂട്ടർ സിൻഡ്രോം. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നം. തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നം. കണ്ണിന്റെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കുന്നു. കണ്ണിന്റെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കുന്നു. ഏതാ ഒന്നുകൂടി, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ആണോ? ഓക്കെ. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നമാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. അടുത്ത പോയിന്റ്, കണ്ണിലെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കുന്നു. കണ്ണിലെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കുന്നു. ലക്ഷണങ്ങള്: തലവേദന, കണ്ണ് വരളുക, കണ്ണിന് അമിത സമ്മർദ്ദം അനുഭവപ്പെടുക, കണ്ണിന് അമിത സമ്മർദ്ദം അനുഭവപ്പെടുക, എന്നിവയാണ് ലക്ഷണങ്ങൾ. അടുത്താണ് ട്രക്കോമ. ക്ലമീഡിയ ട്രക്കോമാറ്റിസ്. എന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണം. ക്ലമീഡിയ ട്രക്കോമാറ്റിസ് എന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണം. അടുത്തത്, കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയാണ് എക്സോഫ്താൽമോസ്. കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയാണ് എക്സോഫ്താൽമോസ്. കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയാണ് എക്സോഫ്താൽമോസ്. നമ്മൾ പറയില്ലേ, എന്താടാ കണ്ണ് നോക്കിയാൽ പുറത്തേക്ക് വന്നു എന്നൊക്കെ പറയില്ലേ, അതിന്റെ അങ്ങനെ വന്നുള്ള അസുഖമാണ് എന്ത്, എക്സോഫ്താൽമോസ്. അടുത്ത പോയിന്റ്, കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ് എന്ത്, കെരാറ്റോപ്ലാസ്റ്റി. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ് എന്ത്, കെരാറ്റോപ്ലാസ്റ്റി. ആദ്യ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്
കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ആദ്യ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാ? ഡോക്ടർ എഡ്വേർഡ് കൊണാർഡ് സിംഗ്. ഡോക്ടർ എഡ്വേർഡ് കൊണാർഡ് സിംഗ്. ഡോക്ടർ എഡ്വേർഡ് കൊണാർഡ് സിംഗ്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് കണ്ടിട്ടില്ലേ നമ്മള്? നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് വായിപ്പിക്കണത് നമ്മളോട് ഒരു 6 മീറ്റർ അകലെ നിന്നിട്ട് വായിപ്പിക്കണത്. കാഴ്ചശക്തി പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചാർട്ടിന്റെ പേര് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? സ്നെല്ലൻ ചാർട്ട് കേട്ടോ. സ്നെല്ലൻ ചാർട്ട്. കാഴ്ചശക്തി പരിശോധിക്കാൻ സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ടിൽ കുറെ അക്ഷരങ്ങൾ എഴുതിയിട്ട് നമ്മൾ ഒരു 6 മീറ്റർ ഗ്യാപ്പിൽ നിന്നിട്ട് വായിക്കാൻ പറയണത് നിന്നിട്ടല്ലേ ഡോക്ടർ പറയാ നിങ്ങൾക്ക് അതാണ് ഇതാണെന്നൊക്കെ. ആ ചാർട്ടിന് പറയുന്ന പേരാണ് എന്ത്? സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ച ആളുടെ പേരാണ് എന്ത്? ഹെർമൻ സ്നെല്ലൻ. സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ചത് ഹെർമൻ സ്നെല്ലൻ ആണ്. 6 മീറ്റർ അകലെ നിന്നാണ് ഇത് വായിക്കേണ്ടത്. 6 മീറ്റർ അകലെ നിന്നാണ് ഇത് വായിക്കേണ്ടത്. ഓക്കെ. അടുത്ത പോയിന്റ്, കണ്ണിന്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഫ്താൽമോസ്കോപ്പ്. കണ്ണിന്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ്. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധന രീതിയാണ് ടോണോമെട്രി. കണ്ണിനുള്ളിലെ മർദ്ദം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നുകൂടി പറയാം. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധന രീതിയാണ് ടോണോമെട്രി. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധന രീതിയാണ് ടോണോമെട്രി. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണ് പരിശോധന രീതിയാണ് ടോണോമെട്രി. അന്തർക്ക്, അടുത്ത പോയിന്റ് ആണ്, അന്തർക്ക് സമയം തൊട്ടറിയാൻ സഹായിക്കുന്ന വാച്ച് ടാക്ടൈൽ വാച്ച്. ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്ത്? സ്പർശനന്നറിയാം. അന്തർക്ക് സമയം തൊട്ടറിയാൻ സഹായിക്കുന്ന വാച്ചാണ് എന്ത്? ടാക്ടൈൽ വാച്ച്. അന്ധന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, അവരെ വാച്ച് തൊട്ടുനോക്കിയിട്ട് അവർ സമയം പറയും. അന്തർക്ക് എഴുതുവാനും വായിക്കുവാനും സാധിക്കുന്ന ലിപി ബ്രെയിൻ ലിപി. നമുക്കറിയാലോ, ഞാൻ സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ. അന്തർക്ക് എഴുതുവാനും വായിക്കുവാനും സാധിക്കുന്ന ലിപിയാണ് എന്ത്? ബ്രെയിൻ ലിപി. ഓക്കെ. അടുത്തത്, പൂർണ്ണമായും അന്ധരായവർ ഉപയോഗിക്കുന്നതാണ് വൈറ്റ് കെയിൻ. പൂർണ്ണമായും അന്ധരായവരാണ് വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത്. പൂർണ്ണമായും അന്ധരായവരാണ് വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത്. പൂർണ്ണമായും അന്ധരായവർ ഉപയോഗിക്കുന്നതാണ് വൈറ്റ് കെയിൻ.
വെള്ളയും ചുവപ്പും വരകളുള്ള കെയിൻ ഉപയോഗിക്കുന്നവര്, വെള്ളയും ചുവപ്പും വരയുള്ള കെയിൻ ഉപയോഗിക്കുന്നവരെ പറയുന്ന പേരാണ് എന്ത്? അവർ പൂർണ്ണരായിട്ട് അന്ധരും ബധിരരുമാണ്. പൂർണ്ണമായും അന്ധരും ബധിരരും വെള്ളയും ചുവപ്പും വരകളുള്ള കെയിനാണ് ഉപയോഗിക്കുക. പൂർണ്ണമായും അന്ധരും ബധിരരും ഉപയോഗിക്കുന്നതാണ് എന്ത്? വെള്ളയും ചുവപ്പും വരകളുള്ള കെയിൻ. പിന്നെന്താ, അന്ധരോ കാഴ്ചവൈകല്യമുള്ളവരൊക്കെ സഹായകരമായ സാങ്കേതിക വിദ്യയാണ് ടോക്കിംഗ് വാച്ച്, ബ്രെയിലി വാച്ചുകൾ. നമുക്കറിയാം ടോക്കിംഗ് വാച്ചുകൾ, ചില വാച്ചുകൾ സംസാരിക്കും. സമയമായി കഴിഞ്ഞാൽ 6 മണിയായി സംസാരിക്കും, 6 o'clock എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അത് നമുക്കറിയാലോ. ഇന്നെടുത്തുള്ളത് നോക്കിയേ, ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഡൗട്ടാ, എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. ഏതാ? ടോക്കിംഗ് വാച്ചിന്റെ കാര്യമാണോ? നമുക്കറിയാം. ലെൻസ് മാറ്റി വെച്ച ആദ്യത്തെ ആളല്ലേ? കണ്ണിലെ മർദ്ദം പരിശോധിക്കുന്ന രീതി. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ ഒന്നുകൂടി പറയാമോ? ലാസ്റ്റ് പറഞ്ഞത് ആദ്യം പറയാം. അന്ധര കാഴ്ചവൈകല്യമുള്ള ആളുകൾ സഹായകരമായ സാങ്കേതിക വിദ്യയാണ് ടോക്കിംഗ് വാച്ചുകൾ അഥവാ ബ്രെയിലി വാച്ചുകൾ. ലെൻസ് മാറ്റിവെച്ച ഫസ്റ്റ് പേഴ്സൺ അല്ല പറഞ്ഞത്. തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതൻ. കണ്ണിലെ മർദ്ദം പരിശോധിക്കുന്ന രീതി. അങ്ങനെ പറഞ്ഞ കണ്ണിലെ മർദ്ദം പരിശോധിക്കുന്ന രീതിന്ന്. ഓ, ടോണോമെട്രി. ഓക്കെ. കണ്ണിനുള്ള മർദ്ദം അളക്കാനുള്ള പരിശോധന രീതി ടോണോമെട്രി. പിന്നെ ഏതാ? ലാസ്റ്റ് മാറ്റി ലെൻസ് മാറ്റി വെച്ചത്. ക്ലിയർ ആയോ എല്ലാവർക്കും? മൈൻഡ് പോയിട്ടെ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ് ഞാൻ ചോദിക്കൂട്ടെ, തുടങ്ങുള്ള ക്ലാസ്. താങ്ക് യു.